37 വർഷങ്ങൾക്ക് മുമ്പ് ജനുവരി മാസത്തിലെ ഒരു രാത്രിയിൽ ചെങ്ങന്നൂരിലെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വരുന്നു. വഴിയരികിൽ ഒരു കാർ കത്തിയെരിയുന്നു. കാറിനുള്ളിൽ കത്തിയെരിഞ്ഞ ഒരു മൃതദേഹവും. കേരളത്തെ ഞെട്ടിച്ച ഏറ്റവും ക്രൂരമായ കൊലപാതകത്തിൻ്റെയും ആൾമാറാട്ടത്തിൻ്റെയും കഥ അവിടെ തുടങ്ങി. പണക്കൊതി മൂത്ത് ഒരു മനുഷ്യനെ പച്ചയ്ക്ക് ചുട്ടരിച്ച സുകുമാരക്കുറുപ്പ് എന്നൊരു കൊടും കുറ്റവാളിയുടെയും ചരിത്രം ഇതാണ്. മലയാളികളുടെ ഭാവനാ ലോകത്തിലും കൗതുകങ്ങളിലും ഇപ്പോഴും സജീവമായി നിലനിൽക്കുന്ന ഒരു പേര്. ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന സംശയം ബലമായി നിൽക്കുമ്പോഴും പിടികിട്ടാത്ത ചോദ്യങ്ങളുടെയും സംശയങ്ങളുടെയും ഊഹാപോഹങ്ങളുടെയും മറവിൽ കാലങ്ങളായി നിൽക്കുന്ന ഒരു കൊടും കുറ്റവാളി. മലയാളിയെ ഇപ്പോഴും കുഴപ്പിക്കുന്ന ആ പേര്, അത് സുകുമാരക്കുറുപ്പിൻ്റെതാണ്. ഒരു കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ സുകുമാരക്കുറുപ്പ് 37 വർഷം പിന്നിട്ടിട്ടും പോലീസിനും പൊതുസമൂഹത്തിനും മുന്നിൽ അദൃശ്യനായി തുടരുന്നു. തിരോധാനം സംഭവിച്ച വർഷങ്ങൾ കഴിഞ്ഞിട്ടും മലയാളികളുടെ കൗതുകങ്ങൾക്ക് യാതൊരു കുറവും വന്നില്ലെന്ന് മാത്രമല്ല, ആ പേര് അവശേഷിപ്പിച്ചു പോയ ദുരൂഹത ഇപ്പോഴും തുടരുന്നു. തീയതി 1984 ജനുവരി 22. അന്ന് പുലർച്ചെ മാവേലിക്കരയിൽ നിന്ന് ചെങ്ങന്നൂരിലേക്ക് പോകുന്ന വഴി കുന്നം എന്ന സ്ഥലത്തുള്ള ഒരു വയലിൽ ഒരു കാർ കത്തിയെരിയുന്നതായി വഴിയിലൂടെ പോയ കുറച്ച് യാത്രക്കാർ ശ്രദ്ധിക്കുന്നു. പകച്ചുപോയ അവർ അടുത്തുള്ള വീടുകളിലെ വാതിലുകളിൽ തട്ടി ആളുകളെ കൂട്ടി. അവിടെ വന്നുകൂടിയവരിൽ ഒരാൾ ഡോർ തുറന്നു കിടക്കുന്ന കാറിന്റെ ഉള്ളിലേക്ക് നോക്കിയപ്പോഴാണ് സ്റ്റിയറിംഗ് വീലിന് പിന്നിൽ കത്തിയെരിഞ്ഞ നിലയിൽ ഒരു മൃതദേഹം കാണുന്നത്. ഉടനെ തന്നെ പോലീസിൽ വിവരമറിയിച്ചു. അന്നത്തെ ചെങ്ങന്നൂർ ഡിവൈഎസ്പി ആയിരുന്ന PM ഹരിദാസ് ആണ് ആദ്യം സ്ഥലത്തെത്തിയത്. വിശദമായ അന്വേഷണത്തിന് ശേഷം കത്തിക്കരിഞ്ഞ കാർ അബുദാബിയിൽ നിന്ന് വന്ന സുകുമാരക്കുറുപ്പ് എന്നയാളുടേതാണെന്നും മൃതദേഹവും അയാളുടെ തന്നെ ആയിരിക്കുമെന്ന നിഗമനത്തിൽ പോലീസ് എത്തി. എന്നാൽ ഡിവൈഎസ്പി ഹരിദാസിന് തോന്നിയ ഒരു സംശയം, അതാണ് ഈ കേസിന്റെ ഗതിവിഗതിയെ തന്നെ മാറ്റിമറിച്ചത്. കേസ് ഡയറിയിൽ ഹരിദാസ് സുകുമാരക്കുറുപ്പ് എന്ന് സംശയിക്കപ്പെട്ടിരുന്ന ആൾ എന്നാണ് രേഖപ്പെടുത്തിയിരുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വിഷം ഉള്ളിൽ ചെന്നും കഴുത്ത് ഞെരിച്ചുമാണ് കൊലപാതകമെന്ന് തെളിഞ്ഞു. കൊലപ്പെടുത്തിയ ശേഷം തീ കൊളുത്തിയതാകാമെന്ന നിഗമനത്തിലും അന്വേഷണ ഉദ്യോഗസ്ഥരെത്തി. അതിൻ പ്രകാരം മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങൾ വരെ വളരെ നോർമലായിരുന്നു. പിന്നീടുണ്ടായ 2 സംഭവങ്ങളാണ് കേസിന്റെ വഴി തെളിയാൻ സഹായിച്ചത്. സുകുമാരക്കുറുപ്പാണ് മരിച്ചതെന്ന് പോലീസിന് മൊഴി കൊടുത്തത് അയാളുടെ തന്നെ ബന്ധുവായിരുന്ന ഭാസ്കര പിള്ളയായിരുന്നു. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഭാസ്കരപിള്ളയുടെ ദേഹത്ത് 2 ദിവസം പോലും പഴക്കം വന്നിട്ടില്ലാത്ത നിരവധി പൊള്ളലുകൾ അവർ ശ്രദ്ധിച്ചു. കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ ഭാസ്കരപിള്ള താനാണ് കുറുപ്പിനെ കൊന്നത് എന്ന് സമ്മതിക്കുകയായിരുന്നു. കാറിൽ നിന്ന് കിട്ടിയ ഏതാനും മുടിയിഴകളും പാടവക്കത്ത് നിന്ന് കിട്ടിയ ഗ്ലൗസുകളുമാണ് ഭാസ്കരപിള്ളയിലേക്ക് പോലീസിനെ എത്തിച്ചത്. എന്നാൽ അവിടം കൊണ്ടൊന്നും തീർന്നില്ല. സുകുമാരക്കുറുപ്പിന്റെ വീട്ടിൽ പോയി അന്വേഷണം നടത്തിയ ഹരിദാസ് അവിടെ എങ്ങും ഒരാൾ മരിച്ച പ്രതീതി കണ്ടില്ല. ഇത് സംശയത്തിനിടയാക്കി. പിന്നീട് ഏറ്റവും നിർണായകമായ വഴിത്തിരിവായി വന്നത് മരിച്ചത് കുറുപ്പല്ല, വേറെ ഏതോ ഒരാളാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കുറുപ്പിന്റെ ഒരു അകന്ന ബന്ധുവിന്റെ ഫോൺ കോളാണ്. ഇതോടെ മരിച്ചത് കുറുപ്പല്ല എന്ന പോലീസിന്റെ സംശയം ബലപ്പെട്ടു. പിന്നെ ആര്, എന്തിന് എന്ന ചോദ്യമായി. മരിച്ചത് കുറുപ്പല്ലെങ്കിൽ കൊല്ലപ്പെട്ടതെന്ന് കരുതിയിരുന്ന സുകുമാരക്കുറുപ്പ് എവിടെ എന്ന ചോദ്യവും ഉയർന്നു. കേരളത്തെ ഒന്നാകെ പിടിച്ചുകുലുക്കിയ ഒരു അന്വേഷണത്തിന് അവിടെ തുടക്കം കുറിച്ചു. അബുദാബിയിൽ ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ നിന്ന് 8 ലക്ഷം രൂപ അപകടത്തിൽ മരിച്ചാൽ കിട്ടുമെന്നറിഞ്ഞ കുറുപ്പ് തന്റെ പേരിലുള്ള ലൈഫ് ഇൻഷുറൻസ് പോളിസി അടിച്ചു മാറ്റാൻ തീരുമാനിക്കുന്നു. ഇൻഷുറൻസ് തുക ലഭിക്കാൻ താൻ മരിച്ചതായി കാണിക്കേണ്ടതുണ്ടെന്ന് മനസ്സിലാക്കിയ കുറുപ്പ് അങ്ങനെ തന്നെ വരുത്തി തീർക്കാൻ ശ്രമിക്കുകയായിരുന്നു. അതിനായി തന്റെ അതേ ഉയരവും തൂക്കവും ഉള്ള ഒരു മൃതദേഹം കണ്ടുപിടിക്കാനായി അടുത്ത ശ്രമം. മോർച്ചറിയും ശ്മശാനവും എല്ലാം കയറി ഇറങ്ങിയ കുറുപ്പിന് തനിക്ക് അനുയോജ്യമായ ഒരു മൃതശരീരം പോലും ലഭിച്ചില്ല. എങ്ങനെയും അനുയോജ്യനായ ഒരാളെ കിട്ടാൻ കുറുപ്പിന്റെ ആജ്ഞ അനുസരിച്ച് ഡ്രൈവർ പൊന്നപ്പനും ഭാര്യ സഹോദരൻ ഭാസ്കരപ്പിള്ളയും ഹരിപ്പാട് മുതൽ ആലപ്പുഴ വരെയുള്ള ഹൈവേയിൽ സ്ഥിരമായി കറങ്ങി. ജനുവരി 21 രാത്രി ഇവർക്ക് അനുയോജ്യനായ ഇരയെ കിട്ടി. കുറുപ്പിന്റെ ഡ്രൈവർ പൊന്നപ്പനും ഭാര്യ സഹോദരൻ ഭാസ്കരപ്പിള്ളയും സഞ്ചരിക്കുകയായിരുന്ന കാർ കരുവാറ്റ എന്ന സ്ഥലത്തെത്തിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ആലപ്പുഴയ്ക്ക് ലിഫ്റ്റ് ചോദിച്ചു. കുറുപ്പിന്റെ അതേ ശരീരഘടനയുള്ള ഇയാളെ വിഷദ്രാവകം അടങ്ങിയ മദ്യം കഴിപ്പിച്ചും കഴുത്ത് ഞെരിച്ചും കൊലപ്പെടുത്തി. പിന്നീട് ഭാസ്കരപ്പിള്ളയുടെ വീട്ടിൽ വെച്ച് ഇയാളുടെ മുഖത്ത് പെട്രോൾ ഒഴിച്ച് കരിയിച്ചു കളയുകയും കുറുപ്പിന്റെ നേതൃത്വത്തിൽ കുന്നത്തെ വയലിൽ കാറും മൃതദേഹവും ഇറക്കി കത്തിക്കുകയുമായിരുന്നു.
ഇതിനിടയ്ക്ക് ചാക്കോ എന്നയാളെ കാണാനില്ല എന്ന പരാതിയുമായി ബന്ധുക്കൾ പോലീസിനെ സമീപിക്കുന്നു. ഈ പരാതിയും കുറുപ്പിന്റെ ഡ്രൈവറായ പൊന്നപ്പന്റെ മൊഴിയുമാണ് മരിച്ചത് സുകുമാരക്കുറുപ്പ് അല്ലെന്നും ചാക്കോ എന്ന ഫിലിം റെപ്രസെന്റേറ്റീവ് ആണെന്നുമുള്ള യാഥാർത്ഥ്യം വെളിവാകാൻ സഹായിച്ചത്. അന്വേഷണത്തിന്റെ പല ഘട്ടങ്ങളിലും കുറുപ്പ് പോലീസിന്റെ മൂക്കിൻ തുമ്പത്ത് തന്നെ ഉണ്ടായിരുന്നു. കൊല നടത്തിയ ശേഷം ഭൂട്ടാനിലേക്കാണ് കുറുപ്പ് കടന്നു കളഞ്ഞത്. പക്ഷെ പലപ്പോഴായും അയാൾ നാട്ടിൽ വന്നു പോകാറുമുണ്ടായിരുന്നു. അത്തരത്തിൽ വിവരം ലഭിച്ചിടത്തെല്ലാം പോലീസ് ചെല്ലുമ്പോഴേക്കും അയാൾ അവിടെ നിന്ന് മറഞ്ഞിരിക്കും. പിന്നീട് കുറുപ്പ് നാടുവിട്ടെന്നും ഉത്തരേന്ത്യയിൽ സന്യാസ ജീവിതം നയിക്കുന്നുവെന്നും എന്തിന് മരണപ്പെട്ടു എന്നും വരെ വാർത്തകൾ വന്നു. ജോഷി എന്ന കള്ളപ്പേരിൽ പല ആശുപത്രിയിലും അയാൾ ട്രീറ്റ്മെന്റ് നടത്തിയിരുന്നതായും തെളിഞ്ഞിരുന്നു. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം അയാൾ ഇനി അധിക നാൾ ജീവിച്ചിരിക്കില്ലെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞതായും പോലീസ് കണ്ടെത്തി. ഫോട്ടോ കണ്ട് അയാളെ ചികിത്സിച്ച പല ഡോക്ടർമാരും കുറുപ്പിനെ തിരിച്ചറിഞ്ഞു. കാഷായ വസ്ത്രത്തിലുള്ള ഒരു യോഗിയുടെ വേഷമായിരുന്നു അയാൾ സ്ഥിരമായി ഉപയോഗിച്ചിരുന്നതെന്നും പോലീസ് കണ്ടെത്തലുകളിൽ തെളിഞ്ഞു. പക്ഷേ കുറുപ്പ് മാത്രം എല്ലാവരെയും കബളിപ്പിച്ച് കടന്നു കളഞ്ഞുകൊണ്ടേയിരുന്നു. ദുൽഖർ സൽമാൻ നായകനായ സിനിമയുടെ ടീസർ വന്നപ്പോൾ ചാക്കോയുടെ കുടുംബം കുറുപ്പിനെ ഗ്ലോറിഫൈ ചെയ്യുന്നത് അനീതിയാണെന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരുന്നു. കുറുപ്പ് ഒരു ക്രിമിനലാണ്, പിടികിട്ടാ പുള്ളിയാണ്. ചാക്കോ മരിക്കുമ്പോൾ അയാളുടെ ഭാര്യ പൂർണ്ണ ഗർഭിണിയായിരുന്നു. അയാൾ ആ കുടുംബത്തിന്റെ അത്താണിയായിരുന്നു. ഒരു കൊലപാതകത്തിൽ പല കുടുംബങ്ങളെയാണ് കുറുപ്പ് തകർത്ത് കളഞ്ഞത്. കാലങ്ങൾക്കിപ്പുറം കൊലയ്ക്ക് കൂട്ടുനിന്ന ഭാസ്കരപിള്ള ചാക്കോയുടെ ഭാര്യ ശാന്തമ്മയെ കണ്ടതും മാപ്പ് പറഞ്ഞതുമെല്ലാം നമ്മൾ അറിഞ്ഞു കാണും. ജർമ്മനിയിൽ നടന്ന ഒരു ഇൻഷുറൻസ് തട്ടിപ്പായിരുന്നു സുകുമാരക്കുറുപ്പിന് സമാനമായ രീതിയിലുള്ള തട്ടിപ്പ് നടത്താൻ പ്രചോദനമായത്. സുകുമാരക്കുറുപ്പിന്റെ തട്ടിപ്പ് മോഡലിൽ 2021 ഏപ്രിലിൽ മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗറിലും ഒരു കൊലപാതകം നടന്നു. തന്റെ പേരിലുള്ള ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ പ്രഭാകർ എന്നയാൾ ശ്രമിക്കുകയായിരുന്നു. അതിനായി തന്റെ അതേ രൂപസാദൃശ്യമുള്ള ഒരു അനാഥനായ ആളെ കണ്ടെത്തി പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചു കൊല്ലുകയായിരുന്നു. പിന്നീട് ഇൻഷുറൻസ് കമ്പനിയുടെ അന്വേഷണത്തിൽ പ്രഭാകർ കുടുങ്ങുകയുമായിരുന്നു. കുറുപ്പ് എന്ന ചിത്രത്തിന് മുൻപും സുകുമാരക്കുറുപ്പിനെ പരാമർശിച്ചുകൊണ്ടുള്ള സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. 1984 NH-47 എന്ന സിനിമയിൽ TG രവി ആയിരുന്നു സുകുമാരക്കുറുപ്പിന്റെ വേഷം ചെയ്തത്. പിന്നീട് അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത പിന്നെയും എന്ന ചിത്രത്തിലും ഇതേ രീതിയിലുള്ള ഒരു കഥയാണ് പറഞ്ഞത്. NH-47 സുകുമാരക്കുറുപ്പ് പോലീസ് പിടിയിലാകുന്നതായിരുന്നു കഥ. അടൂർ ഗോപാലകൃഷ്ണൻ ചിത്രത്തിൽ സർജറിയിലൂടെ രൂപമാറ്റം വരുത്തി നാട്ടിലെത്തുന്ന കഥാപാത്രത്തെയാണ് കാണിച്ചത്. NJ ചാക്കോ എന്ന ഫിലിം റെപ്രസെന്റേറ്റീവും കാറും കത്തിയെരിഞ്ഞ ആ പാടം പിന്നീട് ചാക്കോ പാടം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇൻഷുറൻസ് തട്ടിപ്പിലൂടെ കിട്ടുന്ന പണം കൊണ്ട് ആലപ്പുഴ വണ്ടാനത്തെ ബംഗ്ലാവ് നിർമ്മാണം പൂർത്തിയാക്കാനായിരുന്നു സുകുമാരക്കുറുപ്പ് അന്ന് ലക്ഷ്യമിട്ടിരുന്നത്. ആലപ്പുഴ ചെറിയനാട് വെച്ച് സുകുമാരക്കുറുപ്പിന്റെ മകന്റെ വിവാഹം നടന്നപ്പോഴും കുറുപ്പിനെ തേടി പോലീസ് നിലയുറപ്പിച്ചിരുന്നു. വീട്ടിലേക്കുള്ള യാത്രയ്ക്ക് ലിഫ്റ്റിനായി കാത്തിരുന്ന ഒരു പാവം മനുഷ്യനെ ക്രൂരമായി കൊലപ്പെടുത്തുകയും ബന്ധുക്കൾക്ക് തിരിച്ചറിയാൻ പോലും പറ്റാത്ത വിധം മൃതദേഹം ഇല്ലാതാക്കുകയും ചെയ്ത അതിക്രൂരനായ ഒരു കൊലയാളി നിയമത്തിന് മുന്നിലെത്തണമെന്ന് ആഗ്രഹിച്ചവരാണ് ഓരോ മലയാളിയും. സുകുമാരക്കുറുപ്പ് ഒരു കാലത്തും വീരത്വവും മിടുക്കും പരാമർശിക്കുമ്പോൾ ഉദാഹരിക്കേണ്ട പേരുമല്ല. കുറുപ്പ് മരിച്ചു എന്നാണ് പോലീസിന്റെ ഭാഷ്യം. എങ്കിലും മലയാളികളുടെ ഭാവനകളിൽ അയാൾ ഇപ്പോഴും സർവ്വസ്വതന്ത്രനായി ലോകത്തിന്റെ ഏതോ ഒരു ഭാഗത്ത് വിഹരിക്കുകയാണ്. സുകുമാരക്കുറുപ്പിനെ പോലെ എന്ന് ഉപമിക്കാവുന്നിടത്തെല്ലാം അയാളെ ഉപമിച്ചുകൊണ്ട് നമ്മളും അയാളെ ഓർമ്മകളിൽ തന്നെ നിലനിർത്തുന്നു.